അധ്യായം 50. മുഖവുര. ഭക്തന്മാരുടെ പ്രധാന അവലംബവും നമ്മുടെ സദ്ഗുരുവും ഗീതയുടെ അർത്ഥം പറഞ്ഞു തരുന്ന ദേഹവും നമ്മുടെ ശക്തിദാതാവുമായ സായിനാഥ ജയിക്കട്ടെ. ഹേ സായി, ഞങ്ങളെ സഹായദൃഷ്ടികളോടെ നോക്കി അനുഗ്രഹിച്ചാലും. ചന്ദനതരു മലയാചലത്തിൽ വളർന്ന് ചൂടിനെ അകറ്റുന്നു. കാർമേഘങ്ങൾ ജലവർഷം ചെയ്ത് ജനങ്ങൾക്ക് കുളിരും ഉന്മേഷവും തരുന്നു. വസന്തത്തിൽ പുഷ്പങ്ങൾ വിരിഞ്ഞ് നമുക്ക് ഈശ്വരാരാധനയ്ക്ക് ഉപയോഗപ്പെടുന്നു. അതുപോലെ തന്നെ സായിബാബയുടെ കഥകൾ വായനക്കാർക്ക് ആശ്വാസവും സുഖവും പ്രദാനം ചെയ്യാനായി ഉത്ഭവിച്ചവയാണ്. ബാബയുടെ കഥകൾ പറയുന്നവരും അത് കേൾക്കുന്നവരും പുണ്യാത്മാക്കളും അനുഗ്രഹീതരുമാണ്. പറയുന്നവരുടെ വായും കേൾക്കുന്നവരുടെ കാതും പരിശുദ്ധമാകുന്നു. 100 വിധം സാധനകൾ അനുഷ്ഠിച്ചാലും സദ്ഗുരു പ്രസാദിക്കാതെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നില്ലെന്നത് വിശ്വവിശ്രുതമായ കാര്യമാണ്. ഇത് ഉദാഹരിക്കുന്ന താഴെ പറയുന്ന കഥകൾ കേൾക്കുവിൻ. കാക്കാ സാഹിബ് ദീക്ഷിത്. ഹരി സീതാറാം എന്ന അപരനാമത്തോടുകൂടി കാക്കാ സാഹിബ് ദീക്ഷിത് വഡ്നഗര നഗർ ബ്രാഹ്മണ കുടുംബത്തിൽ സിപിയിലെ ഖാൻഡ്വയിൽ 1864 ജനിച്ചു. അയാളുടെ ആദ്യകാല വിദ്യാഭ്യാസം ഖാൻഡ്വയിലും ഹിൽഗർഘട്ടിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നാഗ്പൂരിലുമായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് ബോംബെയിൽ നിന്ന് ആദ്യം വിൽസണിലും പിന്നീട് എൽഫിൻസ്റ്റൺ കോളേജിലും പഠിച്ചു. ബിരുദമെടുത്ത ശേഷം LLB പരീക്ഷയും സോളിസിറ്റർ പരീക്ഷയും പാസ്സായി ഗവൺമെന്റ് സോളിസിറ്റർമാരായ മെസ്സേഴ്സ് ലിറ്റിൽ ആൻഡ് കമ്പനിയിൽ ജോലി നോക്കി. കുറച്ചു കാലത്തിന് ശേഷം സ്വന്തമായൊരു സോളിസിറ്റർ ഫേം തുടങ്ങി. 1909 മുൻപ് കാക്കാ സാഹിബ് ദീക്ഷിതിന് ബാബയെപ്പറ്റി അറിവില്ലായിരുന്നു. അതിനുശേഷം അയാൾ ബാബയുടെ വലിയ ഭക്തനായി തീർന്നു. അയാൾ ലോനാവാലയിൽ താമസിക്കുമ്പോൾ പഴയ സുഹൃത്തായ നാനാ സാഹിബ് ചന്ദോർക്കറെ കാണുവാനിടയായി. രണ്ടുപേരും പലതിനെക്കുറിച്ചും സംസാരിച്ചു. കാക്കാ സാഹിബ് താൻ ലണ്ടനിൽ വെച്ച് വണ്ടി കയറാൻ നോക്കുമ്പോൾ താഴെ വീണ് കാലിന് പരിക്കുപറ്റിയ വിവരം പറഞ്ഞു. 100 തരം ചികിത്സകളെ കൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. നാനാ സാഹിബ് അതിന് മറുപടിയായി അയാൾക്ക് കാലിന്റെ വേദനയും മുടന്തും മാറണമെങ്കിൽ തന്റെ സദ്ഗുരു സായിബാബയെ സമീപിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ബാബയെ പറ്റിയ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. കൂടെ സായിബാബയുടെ "ഞാൻ എൻ്റെ ആടുകളെ എത്ര ദൂരെ നിന്നും 7 കടലുകൾക്കപ്പുറമായാലും ഒരു കിളിയുടെ കാലിൽ ചരടിട്ട് വലിക്കും പോലെ എന്നിലേക്ക് ആകർഷിക്കുന്നു" എന്ന വചനവും പറഞ്ഞുകൊടുത്തു. അയാൾ ഇത്രയും കൂടി പറഞ്ഞു: ഒരാൾ ബാബയുടെ ആളല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് ആകർഷിക്കുകയോ ദർശനം കിട്ടുകയോ ചെയ്യില്ല. ഇത് കേട്ട് കാക്കാ സാഹിബ് സന്തുഷ്ടനായി. അയാൾ ബാബയെ ചെന്ന് കണ്ട് കാലിന്റെ മുടന്തല്ല മനസ്സിന്റെ മുടന്ത് മാറ്റി ശാശ്വതാനന്ദം പ്രദാനം ചെയ്യാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കാക്കാ സാഹിബ് അഹമ്മദ് നഗറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വോട്ട് കിട്ടാൻ പ്രചാരവേല ചെയ്യാനായി പോയി. കാക്കാ സാഹിബ് മിരിക്കാറുടെ വീട്ടിൽ താമസിച്ചു. കാക്കാ സാഹിബ് മിരിക്കാറുടെ മകനും കോപ്പർ ഗാവോണിലെ മംലത്ദാറുമായ ബാലാ സാഹിബ് മിരിക്കാറും അവിടെ ഒരു അശ്വപ്രദർശനം സംബന്ധിച്ചു വന്നു. എലക്ഷൻ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ കാക്കാ സാഹിബ് ദീക്ഷിത് ഷിർദിക്ക് പോവാൻ ആഗ്രഹിക്കുകയും അച്ഛനും മകനും അയാളെ ആരുടെ കൂടെയാണ് അയക്കേണ്ടത് എന്ന് ആലോചിക്കുകയുമായിരുന്നു. സായിബാബ അവിടെ അയാളെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. ശ്യാമയ്ക്ക് അയാളുടെ ഭാര്യാപിതാവിൽ നിന്നും അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും ശ്യാമയും ഭാര്യയും ഉടനെ അഹമ്മദ് നഗറിൽ എത്തണമെന്നും ഒരു കമ്പി സന്ദേശം കിട്ടി. ശ്യാമ ബാബയുടെ അനുമതിയോടുകൂടി പോയി നോക്കിയപ്പോൾ അയാളുടെ അമ്മായി അമ്മയ്ക്ക് വളരെ സുഖമായതായി കണ്ടു. നാനാ സാഹിബ് പാൽഷയും അപ്പ സാഹിബ് ഗദ്രിയും എക്സിബിഷന് പോകുന്ന വഴിക്ക് ശ്യാമയെ കാണുകയും അയാളോട് മിരിക്കാറുടെ വീട്ടിൽ പോയി കാക്കാ സാഹിബ് ദീക്ഷിതിനെ കണ്ട് അയാളെയും ഷിർദിയിലേക്ക് കൊണ്ടുപോവാൻ പറയുകയും ചെയ്തു. കാക്കാ സാഹിബ് ദീക്ഷിതിനെയും മിരിക്കാറെയും ശ്യാമ വന്ന വിവരം അറിയിക്കുകയും ചെയ്തു. വൈകുന്നേരം ശ്യാമ മിരിക്കാറുടെ വീട്ടിൽ ചെന്നപ്പോൾ കാക്കാ സാഹിബിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാത്രി 10 മണിക്കുള്ള വണ്ടിക്ക് കാക്കാ സാഹിബിനെയും കൂട്ടി ശ്യാമ കോപ്പർ ഗാവോണിലേക്ക് പോവാൻ ഏർപ്പാട് ചെയ്തു. ഇങ്ങനെ തീരുമാനിച്ചതിൽ പിന്നെ ഒരു പ്രത്യേക സംഭവമുണ്ടായി. ബാലാ സാഹിബ് മിരിക്കാർ ബാബയുടെ വലിയൊരു പടത്തിന്റെ മൂടുപടം നീക്കി കാക്കാ സാഹിബിന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് താൻ ദർശനത്തിനായി തേടിപ്പോകുന്ന യോഗിവര്യൻ അവിടെ തന്നെ ചിത്രരൂപത്തിലുണ്ടെന്ന് കണ്ട് കാക്കാ സാഹിബ് വിസ്മയിച്ച്
അത്യന്തം സന്തുഷ്ടനായി പടത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു. ഈ പടം മേഘയുടേതായിരുന്നു. അതിന്റെ ചില്ല് പൊട്ടിയതുകൊണ്ട് റിപ്പയറിനായി മിരിക്കാരുടെ അടുക്കലേക്ക് അയച്ചതായിരുന്നു. അതിന്റെ റിപ്പയർ കഴിഞ്ഞിരുന്നതിനാൽ ആ പടം കാക്കാ സാഹിബിന്റെയും ശ്യാമയുടെയും വശം കൊടുത്തയക്കാമെന്ന് തീരുമാനിച്ചു. 10 മണിക്ക് മുൻപായി അവർ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. വണ്ടി വന്നപ്പോൾ 2ാം ക്ലാസ് നിറഞ്ഞു കഴിഞ്ഞതിനാൽ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ വണ്ടിയുടെ ഗാർഡ് കാക്കാ സാഹിബിന്റെ പരിചയക്കാരനായിരുന്നതിനാൽ അവരെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി. ഇങ്ങനെ അവർ സുഖമായി യാത്ര ചെയ്ത് കോപ്പർ ഗാവോണിൽ ഇറങ്ങി. അവിടെ വെച്ച് നാനാ സാഹിബ് ചന്ദോർക്കറും ഷിർദിക്ക് പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമായി. കാക്കാ സാഹിബും നാനാ സാഹിബും അന്യോന്യം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഗോദാവരിയിൽ കുളിച്ച് ഷിർദിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ബാബയെ ദർശനം ചെയ്തപ്പോൾ കാക്കാ സാഹിബിന് മനസ്സുരുകി കണ്ണുകൾ നിറഞ്ഞ് സീമാതീതമായ ആനന്ദം അനുഭവപ്പെട്ടു. ബാബ അയാളോട് താൻ കാത്തിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ടാണ് ശ്യാമയെ മുന്നിൽ അയച്ചതെന്നും പറഞ്ഞു. കാക്കാ സാഹിബ് പിന്നീട് വളരെ വർഷങ്ങൾ ബാബയോട് കൂടെ സന്തോഷമായി അവിടെ കഴിച്ചു. അയാൾ ഷിർദിയിൽ ഒരു വാടയുണ്ടാക്കി അവിടെ സ്ഥിരതാമസമാക്കി. അയാൾക്ക് ബാബയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അനവധിയാണ്. അവ ഇവിടെ പ്രസ്താവിക്കാൻ സാധ്യമല്ലാത്തത്ര അധികമുണ്ട്. ഈ ആഖ്യായിക ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാബ അയാളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, അവസാനം ഞാൻ നിന്നെ ബലൂണിൽ കൊണ്ടുപോകും. ഇത് സംഭവിച്ചു. 1926 ജൂലൈ 5 അയാൾ ഹേമത് പാന്തിനോടുകൂടി തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അവർ സായിബാബയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ഹേമത് പാന്തിന്റെ ചുമലിലേക്ക് ചാഞ്ഞ് യാതൊരു വിഷമവും വേദനയും കൂടാതെ അന്ത്യശ്വാസം വലിച്ചു. ശ്രീ തെമ്പായി സ്വാമി. യോഗീശ്വരന്മാർ അന്യോന്യം എങ്ങനെ സ്നേഹിക്കുന്നു എന്നുദാഹരിക്കുന്ന ഒരു കഥ പറയാം. ശ്രീ വാസുദേവാനന്ദ സരസ്വതി എന്ന തെമ്പായി സ്വാമി ഗോദാവരി തീരത്തിൽ രാജമന്ത്രിയിൽ താമസമാക്കി. അദ്ദേഹം ഭക്തനും യാഥാസ്ഥിതികനും ജ്ഞാനിയും യോഗിയും ദത്താത്രേയന്റെ ഭക്തനുമായിരുന്നു. ഒരിക്കൽ നാൻഡഡിലെ വക്കീലായ പുണ്ടലീക് റാവു അദ്ദേഹത്തെ ചില സുഹൃത്തുക്കളോടുകൂടി സന്ദർശിച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഷിർദിയെപ്പറ്റിയും ബാബയെപ്പറ്റിയും പറയാനിടയായി. ബാബയുടെ പേര് കേട്ടപ്പോൾ സ്വാമി കൈകൂപ്പി ഒരു തേങ്ങയെടുത്ത് പുണ്ടലീക് റാവുവിന് കൊടുത്തു പറഞ്ഞു, ഇത് എന്റെ പ്രണാമത്തോടുകൂടി എന്റെ സഹോദരൻ സായിക്ക് കൊടുത്ത് എന്നെ മറക്കരുതെന്നും എപ്പോഴും എന്നെ സ്നേഹിക്കണമെന്നും പറയുക. സ്വാമിമാർ അന്യോന്യം പ്രണമിക്കാറില്ലെങ്കിലും ഇക്കാര്യത്തിൽ അതൊരു അപവാദമായി കണക്കാക്കണമെന്നും അതാണ് താൻ നമസ്കരിക്കുന്നതെന്നും പറഞ്ഞു. പുണ്ടലീക് റാവു നാളികേരവും സന്ദേശവും ബാബയ്ക്ക് കൊടുക്കാമെന്നേറ്റു. സ്വാമിയും ബാബയും അഗ്നിയെ രാവുപകൽ കത്തിച്ചിരുന്നതിനാൽ ഇരുവരും അഗ്നിഹോത്രികളായിരുന്നു. അക്കാരണത്താൽ സഹോദരൻ എന്ന് സ്വാമി അഭിസംബോധന ചെയ്തത് സമുചിതമായിരുന്നു. 1 മാസത്തിന് ശേഷം പുണ്ടലീക് റാവുവും മറ്റും ഷിർദിയിലേക്ക് പുറപ്പെട്ടു. നാളികേരവും കയ്യിലെടുത്തു. മന്മാടിലെത്തിയപ്പോൾ ദാഹം തോന്നി പുഴക്കരയിലേക്ക് വെള്ളം കുടിക്കാനായി പോയി. വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവർ കുറച്ച് എരിവുള്ള ചീട എടുത്തു. ചീടയ്ക്ക് എരിവ് ജാസ്തിയായിരുന്നതിനാൽ ആരോ നാളികേരം ചിരവി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. സ്വാമി കൊടുത്ത നാളികേരം പൊട്ടിച്ച് ചുരണ്ടി ചേർത്ത് എല്ലാവരും കഴിച്ചു. പുണ്ടലീക് റാവു ഇതറിഞ്ഞതുമില്ല. ഷിർദിക്കടുത്തെത്തിയപ്പോൾ പുണ്ടലീക് റാവു നാളികേരത്തെപ്പറ്റി ഓർമ്മിച്ച് അത് അന്വേഷിച്ചതിൽ അതാണ് ഉടച്ചു തിന്നതെന്നറിഞ്ഞ് വളരെ ദുഃഖിച്ചു. പേടിച്ചു വിറച്ചുകൊണ്ട് അയാൾ ബാബയെ ദർശിച്ചു. തെമ്പായി സ്വാമി നാളികേരം അയച്ച വിവരം ബാബയ്ക്ക് കമ്പിയില്ല കമ്പി പോലെ കിട്ടിയിരുന്നു. ബാബ പുണ്ടലീക് റാവുവിനോട് തന്റെ സഹോദരൻ അയച്ച സാധനം തരാൻ ആവശ്യപ്പെട്ടു. അയാൾ ബാബയുടെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് അനാസ്ഥ പൊറുക്കാനും മറ്റൊരു തേങ്ങ പകരം സ്വീകരിക്കാനും അപേക്ഷിച്ച് പശ്ചാത്തപിച്ചു. ബാബ നാളികേരത്തിന്റെ മാഹാത്മ്യം വളരെയാണെന്നും എത്ര ഇരട്ടി തേങ്ങ കൊടുത്താലും അതിന് സമാനമാവില്ലെന്നും പറഞ്ഞു. പകരം വേറെ നാളികേരം വേണ്ടെന്ന് പറഞ്ഞു. ബാബ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഇനി നീ ആ കാര്യത്തെപ്പറ്റി കുണ്ഠിതപ്പെടേണ്ട. എന്റെ കൽപ്പനപ്രകാരമാണ് നാളികേരം നിന്നെ ഏൽപ്പിച്ചതും വഴിയിൽ വെച്ച് ഉടച്ചതും. നീ എന്തിനാണ് അതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നത്? നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ കർത്തൃത്വം ഏറ്റെടുക്കരുത്. എല്ലാ കാര്യത്തിലും അഹംഭാവവും ഗർവവും ഇല്ലാതിരിക്കണം. എന്നാലേ ആധ്യാത്മിക പുരോഗമനം ത്വരിതപ്പെടുകയുള്ളൂ.
എന്തൊരു സുന്ദരമായ ആധ്യാത്മിക ഉപദേശമാണ് ബാബ നൽകിയത്. ബാലറാം ധുരന്ധർ ബോംബെയിലെ സെൻട്രാക്രൂസിലുള്ള പത്തറി പ്രഭുവർഗത്തിൽപ്പെട്ടയാളാണ്. അയാൾ ബോംബെ ഹൈക്കോടതിയിലെ അഡ്വക്കറ്റും കുറച്ചുകാലം ബോംബെയിലെ ലോ സ്കൂളിലെ പ്രിൻസിപ്പാളുമായിരുന്നു. ധുരന്ധർ കുടുംബം ഒന്നടങ്കം ഭക്തന്മാരും മതവിശ്വാസികളുമായിരുന്നു. ബാലറാം അയാളുടെ വർഗത്തെ സേവിക്കുകയും അതിനെപ്പറ്റി ഒരു ചരിത്ര പുസ്തകം എഴുതുകയും ചെയ്തു. പിന്നീട് അയാൾ ആധ്യാത്മികവും മതപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഗീതയും അതിന്റെ വ്യാഖ്യാനമായ ജ്ഞാനേശ്വരിയും മറ്റു പുണ്യഗ്രന്ഥങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു. അയാൾ പന്ധർപൂരിലെ വിറ്റോബയുടെ ഭക്തനായിരുന്നു. 1912 അയാൾ സായിബാബയുമായി സമ്പർക്കത്തിലായി. അതിന്റെ 6 മാസങ്ങൾക്ക് മുൻപ് അയാളുടെ സഹോദരന്മാരായ ബാബുൾജിയും വാമൻ റാവുവും ഷിർദിയിൽ ബാബയെ ദർശനം ചെയ്തിരുന്നു. അയാൾ വീട്ടിൽ ചെന്ന് ബാലറാമിനോടും വീട്ടുകാരോടും അവരുടെ മധുരാനുഭവങ്ങളെപ്പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും ബാബയെ കാണാൻ തീർച്ചപ്പെടുത്തി. അവർ ഷിർദിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബാബ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇന്ന് വളരെയധികം പേർ എന്റെ ദർബാറിലേക്ക് വരുന്നുണ്ട്. ധുരന്ധർ സഹോദരന്മാർ ബാബ ഇങ്ങനെ പറഞ്ഞ വിവരം മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ് വിസ്മിതരായി. അവർ യാതൊരു വിവരവും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. മറ്റു ജനങ്ങൾ ബാബയെ പ്രണമിച്ച് അവിടെയിരുന്നു. ബാബ അവരോട്, ഞാൻ മുൻപ് പറഞ്ഞ ദർബാറുകാരാണ് ഇവർ എന്ന് പറഞ്ഞു. ധുരന്ധർ സഹോദരന്മാരോടായി, നാം കഴിഞ്ഞ 60 ജന്മങ്ങളിൽ സുപരിചിതരാണ് എന്ന് പറഞ്ഞു. എല്ലാ സഹോദരന്മാരും ഭക്തന്മാരും വിനീതരുമായിരുന്നു. അവർ ബാബയുടെ പാദങ്ങളിൽ നോക്കി കൈകൂപ്പി നിന്നു. അവർ ആനന്ദാശ്രു പൊഴിച്ച് തൊണ്ടയിടറിക്കൊണ്ട് സന്തുഷ്ടരായിട്ടാണ് നിന്നത്. ഈ വക സാത്വിക വികാരങ്ങൾ ഭക്തിലക്ഷണമാണ്. പിന്നീട് അവർ ലോഡ്ജിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കുറച്ച് വിശ്രമിച്ച് വീണ്ടും മസ്ജിദിലേക്ക് വന്നു. ബാലറാം ബാബയുടെ അടുക്കൽ കാൽ തലോടിക്കൊണ്ടിരുന്നു. ബാബ താൻ വലിക്കുന്ന ചിലിം കൊടുത്ത് വലിക്കാൻ പറഞ്ഞു. ബാലറാം പുക വലിക്കാറില്ലെങ്കിലും അത് സ്വീകരിച്ച് പ്രയാസപ്പെട്ട് പുകവലിച്ച് ബഹുമാന പുരസരം മടക്കിക്കൊടുത്ത് നമസ്കരിച്ചു. ഇത് ബാലറാമിന്റെ ഏറ്റവും മംഗളകരമായ മുഹൂർത്തമായിരുന്നു. അയാൾക്ക് 6 കൊല്ലങ്ങളോളമായി കാസാരോഗമായിരുന്നു. ഈ പുക ആ സുഖക്കേട് എന്നേക്കുമായി സുഖപ്പെടുത്തി. 6 കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ ഒരു ദിവസം മാത്രം അയാൾക്ക് വീണ്ടും കാസരോഗമുണ്ടായി. അത് ബാബയുടെ മഹാസമാധി ദിവസം അതേ സമയത്തായിരുന്നു. അവർ വന്നത് ഒരു വ്യാഴാഴ്ച ആയിരുന്നതിനാൽ ധുരന്ധർ സഹോദരന്മാർക്ക് ചാവടി എഴുന്നള്ളത്ത് അന്ന് രാത്രിയിൽ കാണാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. ചാവടിയിൽ ആരതി നടക്കുമ്പോൾ ബാലറാം ബാബയുടെ മുഖത്ത് പാണ്ഡുരംഗന്റെ പ്രഭ വ്യക്തമായി കണ്ടു. പിറ്റേന്ന് കാലത്ത് കാക്കട ആരതി സമയത്തും അതേ പ്രഭ, അതേ പാണ്ഡുരംഗന്റെ ഭാവം വീണ്ടും അയാൾ ബാബയുടെ മുഖത്ത് കണ്ടു. ബാലറാം മറാത്തിയിൽ മഹാരാഷ്ട്രത്തിലെ യോഗിയായ തുക്കാറാമിന്റെ ജീവചരിത്രം എഴുതിയിരുന്നു. പക്ഷേ അതിന്റെ പ്രസിദ്ധീകരണം കാണുവാൻ അയാൾ ജീവിച്ചിരുന്നില്ല. 1928 അത് അയാളുടെ സഹോദരന്മാർ പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിന്റെ മുഖവുരയിൽ ബാലറാം ബാബയെ സന്ദർശിച്ച ഒരു ചുരുക്ക വിവരം ചേർത്തിട്ടുണ്ട്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.